2025 സമാധാന നൊബേൽ പ്രഖ്യാപിച്ചു. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് പുരസ്കാരം. പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടമാണ് വെനസ്വേലയുടെ അയേൺ ലേഡി എന്നറിയപ്പെടുന്ന മരിയയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. വളർന്നുവരുന്ന അന്ധകാരത്തിനിടയിൽ ജനാധിപത്യത്തിന്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുമുള്ള സമാധാനത്തിന്റെ വക്താവെന്നാണ് നൊബേൽ ചെയർമാൻ തന്നെ മരിയ മച്ചാഡോയെ വിശേഷിപ്പിച്ചത്. 2014 നിക്കോളാസ് മഡുറോ സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളിയായിരുന്നു. 2018 BBC തിരഞ്ഞെടുത്ത ലോകത്തെ ശക്തയായ വനിതകളിലും മരിയയുണ്ടായിരുന്നു. ഈ വർഷം ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളിലും ഉണ്ടായിരുന്നു മരിയ കൊറീന മച്ചാഡോ. അതേസമയം സമാധാന നൊബേലിനായി ഏറെ വാദഗതികൾ ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തവണ നിരാശയാണ്. പുരസ്കാരം ലഭിച്ചിരുന്നെങ്കിൽ സമാധാന നൊബേൽ ലഭിക്കുന്ന 5ാമത്തെ US പ്രസിഡന്റ് ആകുമായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പക്ഷേ പുരസ്കാര പ്രഖ്യാപനത്തോടെ ട്രംപിന്റെ നൊബേൽ മോഹം മുളയിലെ നുള്ളിയിരിക്കുകയാണ് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച താൻ എന്തുകൊണ്ടും സമാധാന നൊബേലിന് അർഹനാണെന്നായിരുന്നു ട്രംപിന്റെ നിരന്തരമുള്ള അവകാശവാദം. പക്ഷേ പുരസ്കാര പ്രഖ്യാപനത്തോടെ നൊബേൽ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു. സമാധാനത്തിന്റെ സ്ഥിരത, അന്താരാഷ്ട്ര സൗഹൃദത്തിന്റെ പ്രോത്സാഹനം തുടങ്ങിയ ഘടകങ്ങളെല്ലാം ട്രംപിനെതിരായിരുന്നു. ട്രംപിന്റെ ഇടപെടലുകൾക്കൊന്നും ദീർഘകാലത്തിന്റെ ആയുസ്സില്ല എന്നത് തന്നെയാണ് പിന്തള്ളപ്പെടാനുള്ള പ്രധാന കാരണം. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചതിൽ തുടങ്ങി സഖ്യകക്ഷികളുമായുള്ള വ്യാപാര യുദ്ധമടക്കം നൊബേലിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അതേസമയം ഭാവിയിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ സ്ഥിരമായ ബലത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ വരും വർഷത്തിൽ ട്രംപിന്റെ സാധ്യത വർദ്ധിച്ചേക്കാം. പക്ഷേ അത്രയൊക്കെ നേർച്ചിന്ത ഉള്ളിലുദിച്ച് നല്ല വഴിയെ ട്രംപ് നീങ്ങാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. സമാധാനത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയതാണ് പുരസ്കാരം നഷ്ടമാകാൻ കാരണമെന്ന് പറഞ്ഞ് ഇതിനകം തന്നെ പുരസ്കാര സമിതിക്കെതിരെ വൈറ്റ് ഹൗസിന്റെ വിമർശനം വന്നു കഴിഞ്ഞു. ഇത്തവണത്തെ നിരാശയിൽ ഇനി എങ്ങനെ ട്രംപ് പ്രതികരിക്കുമെന്നും പ്രതികാര നടപടികളിലേക്ക് കടക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്.